ഞാൻ +2 കഴിഞ്ഞ ലാസ്റ്റ് ഇയറാ. ഓക്കെ. ആൻഡ് കുറച്ച് കൺഫ്യൂഷൻസ് അഡ്മിഷൻ റിലേറ്റഡ് അന്നും കുറെ ഡൗട്ട്സ് എല്ലാം ഉണ്ടായി. പിന്നെ ഒരു സെപ്റ്റംബർ ഓഗസ്റ്റ് ആകുമ്പോൾ JEE മെയിൻസിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ റിപ്പീറ്റ് ചെയ്തു. ഇത് എവിടുന്നാ ശ്രീഹരി വിളിക്കണേ? ഞാൻ വിളിക്കുന്നത് കണ്ണൂര് പയ്യന്നൂരിന്ന് ഒരു 30 കിലോമീറ്റർ മാറിയിട്ട്. ഏതാ സ്ഥലം പറയും? സ്ഥലം ചെറുപുഴ. ചെറുപുഴയാണ്. ഓക്കെ. എന്നെ എങ്ങനെ അറിയാം? ആക്ച്വലി എനിക്ക് എന്റെ റിലേറ്റീവ് ഉണ്ട്, രേഖ സുരേഷ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. ഷീ ഗേവ് യുവർ നമ്പർ ലാസ്റ്റ് ഇയർ, ബട്ട് ഈ അഡ്മിഷന്റെ തിരക്കല്ലാണ്ട് അന്ന് വിളിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അത്രയും തിരക്കുള്ള ആളാണ് ശ്രീഹരി. കൊള്ളാം. അല്ല അങ്ങനല്ല, ആ ടൈമില് പറഞ്ഞ എക്സാംസ് എല്ലാം ആയതുകൊണ്ട് തന്നെയാണ് മറന്നുപോയി. ആവശ്യമില്ലാന്ന് പറ. ആവശ്യമില്ല റീതി അങ്ങനല്ല. പിന്നെ ഈയിടക്ക് ഞാൻ വീഡിയോസ് ഒരു ഫേസ്ബുക്കിലൊരു വീഡിയോ എന്നെ കാണിച്ചു തന്നു. എന്റെ യൂട്യൂബിൽ നോക്കിയിട്ട് തപ്പി നോക്കിയാ ഡോക്ടർ TPS? നോക്കി. അപ്പൊ അതിനകത്തൊന്നും കണ്ടില്ലേ? അപ്പഴാണ് ഈ നമ്പർ കണ്ടത്. ഓക്കെ. എന്നിട്ട് അതിനകത്ത് കമന്റ് ചെയ്തോ എന്തെങ്കിലും? ഇല്ല, കമന്റ് ഒന്നും ചെയ്തിട്ടില്ല. സാധാരണ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് കമന്റ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു സന്തോഷം ഉണ്ടാവും. ഇന്നതാണ് ടേക്ക് അവേ എന്ന് പറയുമ്പോൾ കുട്ടികൾ അത് നോക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊക്കെ അറിയും. പറയും. അതുപോലെ സജസ്റ്റ് ഡേറ്റ് ടൈം എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഡേറ്റും ടൈമും. ഈവനിങ് എന്നൊക്കെ പറയുന്നത് വളരെ വേഗ് അല്ലേ? അല്ല, നമുക്ക് ടൈം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള പലർക്കുള്ള വേണ്ടിയിട്ടുള്ള ടൈമാ കൊടുക്കുക. ഒരു സജസ്റ്റ് ഡേറ്റ് ടൈം 2 പ്രാവശ്യം ഞാൻ എഴുതിയിരുന്നു. അപ്പൊ മെസ്സേജുകളൊന്നും കറക്റ്റ് വായിക്കുന്നില്ല അർത്ഥം. വളരെ ഞാൻ പറഞ്ഞു സജസ്റ്റ് ഡേറ്റ് ടൈം എന്ന് പറഞ്ഞാൽ അത് സജസ്റ്റ് ചെയ്യാണ് വേണ്ടത്. ആണോ അല്ലയോ? ഓക്കെ. അത് എക്നോളജിയാണ്. നിങ്ങൾ പറയുമ്പോൾ അത് എക്നോളജി ചെയ്യാം. അല്ല എന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് തെറ്റാന്നുള്ള ധാരണയുണ്ടോ? ഓക്കെ. ഇദ്ദേഹം ദുബായിലുണ്ടായിരുന്നോ? ഗൾഫിൽ, UAE? ശ്രീഹരി അച്ഛനും അമ്മയൊക്കെ എന്താ ചെയ്യണേ? ഇവിടെ തന്നെ. അച്ഛനൊരു ഫ്ലവർ മില്ലുണ്ട്, അമ്മ ഒരു RD ഏജന്റ്. എന്താണ് RD? ഏജന്റ്. എന്താ ഈ RD എന്ന് പറഞ്ഞാല്? പോസ്റ്റ് ഓഫീസിലെ റെക്കറിംഗ് ഡെപ്പോസിറ്റ്. ഓക്കെ. പിന്നെ ആരൊക്കെയുണ്ട് വീട്ടില്? അനിയത്തിയുണ്ട്, അമ്മമ്മയുണ്ട്, അമ്മമ്മയുടെ അമ്മയുണ്ട്. ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഞാൻ പഠിച്ചത് 10th വരെ സെന്റ് മേരീസ് HS ചെറുപുഴ. 12th 11th ഞാൻ GHSS മാത്തിൽ. ഓക്കെ. പറയൂ, ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? എന്താ കൺഫ്യൂഷൻ? ആക്ച്വലി JEE മെയിൻസ് എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. കുറെ എക്സാംസ് കൊടുത്തു. ആൻഡ് ഏത് കരിയർ ചൂസ് ചെയ്യണം എന്താ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ്. അല്ല, ചൂസ് ചെയ്യണം കൺഫ്യൂഷൻ എന്ന് പറയുമ്പോൾ 1, 2, 3 ഓപ്ഷൻ ഉണ്ടാവുമല്ലോ. ആ ഓപ്ഷൻസ് പറഞ്ഞാലല്ലേ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. എന്റെ എപ്പോഴുണ്ടായിരുന്നൊരു എയിം എന്ന് പറഞ്ഞാൽ പൈലറ്റ് ആവാനായിരുന്നു. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ആണോ പഠിച്ചത്? ഏതാ? മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടോ? NDA എഴുതിയോ? NDA എഴുതി കിട്ടിയിട്ടില്ല. ഓക്കെ. ഒരു 2 കോടി രൂപയുണ്ടോ പാരന്റ്സിന്റെ കയ്യില്? ഇല്ല. ഓക്കെ. 2 കോടി ഉണ്ടെങ്കിൽ പൈലറ്റ് ആവാം. അതെ, അത് ഞാൻ ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ബാങ്കിൽ ലോൺ കിട്ടും, അങ്ങനെയല്ല. പിന്നെ മനസ്സിലായി അങ്ങനെ നടക്കൂല, അത്ര എമൗണ്ട് കിട്ടൂല. അത് മാത്രമല്ല, ഇത് പഠിച്ച പലർക്കും ജോലി ഇല്ലതാണ്. കാരണം എയർഫോഴ്സിൽ നിന്നൊക്കെ റിട്ടയർ ആയിട്ടുള്ള ആൾക്കാരെയാണ് സാധാരണ പ്രിഫർ ചെയ്യുക. പൈലറ്റിംഗ് പഠിച്ചതുകൊണ്ട് കാര്യമില്ല, ഫ്ലൈയിങ് അവേഴ്സ് കൗണ്ട് ചെയ്യാൻ പറ്റണം. ആ ഫ്ലൈയിങ് അവേഴ്സ് പ്രൈവറ്റ് ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഓരോ അരമണിക്കൂറിനും 50,000 രൂപ ആക്കണം. പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം ഒരു ജൂൺ വരെല്ലാം ഞാൻ പൈലറ്റ് പിന്നെ ആ ടൈമിൽ മനസ്സിലാക്കി ഓക്കെ ഇതിന് അത്ര ഇതില്ല. സോ ഞാൻ വേറെ ആ കഴിഞ്ഞ വർഷം തന്നെ കുറച്ച് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിട്ടില്ല. കീമിൽ ജസ്റ്റ് പോയി കീമിന് 30,000 റാങ്ക് ഉണ്ടായിരുന്നു. സോ അത് വെച്ചിട്ട് നല്ലപോലെ കിട്ടൂലെന്നുള്ള ഒരു മൈൻഡ് സെറ്റ് വെച്ചു. പിന്നെ പോയി വേറെ ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ LPU എന്ന് പറഞ്ഞ ഒരു കോളേജ്, അതിലൊരു അഡ്മിഷൻ നോക്കാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ കുറച്ച് ടൈം പോയി. എന്നിട്ടാണ് പിന്നെ ഇങ്ങനെ റിപ്പീറ്റ് ഇരിക്കാന്ന് പറഞ്ഞിട്ട് ഓക്കെ ഓൺലൈൻ റിപ്പീറ്റ് JEE മെയിൻസ് ചേർന്ന് JEE പോയി. ദെൻ കുറെ എക്സാംസ് കൊടുത്തു. ആൻഡ് നാളെ CUT കമ്മിങ് ആണ്. സോ അങ്ങനെ ഇപ്പൊ കുറച്ച് എക്സാംസ് ഉണ്ട്. നാളെ എക്സാം എന്താ ഉള്ളത്? CUT. അതെ, ഏതാ പേപ്പർ ഉള്ളത് പറഞ്ഞു?
മാത്സും ജനറൽ ആപ്റ്റിറ്റ്യൂഡും. എന്തെങ്കിലും ഒരു 10 ക്വസ്റ്റ്യൻ പറ, ഗസ് ചെയ്യ. മാത്സിന്റെ 2 സബ്ജക്റ്റ് ഉണ്ട്, അപ്പൊ അതിൽ ഏതാണ്? മാത്സിന്റെ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. ഞാൻ ക്വസ്റ്റ്യൻ പറയാൻ പറഞ്ഞാൽ സബ്ജക്റ്റ് അല്ലല്ലോ പറയാം, ചാപ്റ്ററിന്റെ ഹെഡിങ് അല്ലല്ലോ പറയാം. Suppose displacement is equal to 3t square minus 2t. What may be the velocity when the time is 3 seconds? And if a triangle has a equilateral triangle has a side of 6 centimeter, what may be the rate of change of area when rate of change of area? And maybe integral sin x when it is 0 to pi. പിന്നെ ജനറൽ നോളജിൽ കുറച്ച് ക്വസ്റ്റ്യൻ പറയാം. ജനറൽ ആപ്റ്റിറ്റ്യൂഡില് maybe oldest fort in India, Garden City. ഏതാ ഓൾഡസ്റ്റ് ഫോർട്ട് ഇൻ ഇന്ത്യ? ലോക്കൽ ഗുജറാത്ത്. ഗാർഡൻ സിറ്റി ബംഗളൂരു. ഇക്കണോമിക്കൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ മുംബൈ. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് എയർപോർട്ട് ഏരിയ വൈസ് ഇൻ ഇന്ത്യ? ലാർജസ്റ്റ് എയർപോർട്ട് കറക്റ്റ് അറിയില്ല. വാട്ട് ഈസ് PM ശ്രീ? സോറി, PM ശ്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? PMC PM SHRI ശ്രീ, പ്രൈം മിനിസ്റ്റർ SHRI. അറിയില്ല. ഓക്കെ, കുഴപ്പമില്ല, ഗസ് ചെയ്യാനെങ്കിലും പറ്റുന്നുണ്ടല്ലോ കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്കിലും. അപ്പോൾ നാളെ എഴുതുക. അത് കഴിഞ്ഞിട്ട് 3-4 ഓപ്ഷൻസ് കയ്യിലുണ്ടാവുമ്പോൾ ഇതാണോ നല്ലത് അതാണോ നല്ലത് എന്നുള്ളൊരു ക്വസ്റ്റ്യന് ഉത്തരം പറയാം. ഒന്ന് പൈലറ്റ് ആവാനാണ്, വേറെന്താ ആ ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ പിന്നെന്താ ഓപ്ഷൻ, എന്താവാനെന്നാണ് താല്പര്യം? ആക്ച്വലി എനിക്ക് പൈലറ്റ് അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണർ എന്നുള്ള ഒരു എയിം ഉള്ളത്. ബട്ട് എന്റെ ഇപ്പൊ ഓപ്ഷൻസ് വെച്ച് നോക്കിയാൽ ബിടെക് അതിലെ പോയി ഇപ്പം ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗോ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗോ ആണ് കമ്പാരിറ്റീവ്ലി താല്പര്യമുള്ളത്. അപ്പൊ ഇപ്പോഴത്തെ ഞാൻ വിചാരിക്കുന്ന വെച്ചാല് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുത്തു കഴിഞ്ഞാല് മേ ബി അത് കഴിഞ്ഞിട്ട് MBA അല്ലെങ്കിൽ GME ഗ്രാജുവേഷൻ ഇൻ മറൈൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഏറ്റവും സീരിയസ് ചെയ്ത് എനിക്ക് ഇതിലേക്ക് കയറാൻ പറ്റില്ല, എയർഫോഴ്സിലേക്ക് കയറാൻ പറ്റില്ല. അങ്ങനെ പൈലറ്റിലേക്ക് പോയി അഥവാ അത് കിട്ടിയില്ലെങ്കിൽ IAS അങ്ങനെ നോക്കണം എന്നാണ് എന്റെ ഇപ്പോഴത്തെ സ്റ്റേജ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ, പാത്ത് ക്ലിയർ അല്ലേ? അല്ല, പാത്ത് ക്ലിയർ അല്ല വെച്ചാൽ എനിക്ക് ആക്ച്വലി ഈ ഒരു ലൈക്ക് ഇപ്പൊ മെക്ക് എടുത്ത എല്ലാരും പറയുന്നത് സ്കോപ്പ് ഇല്ല അങ്ങനെ പറയുന്നുണ്ട്. CS എടുത്താല് ഈ ആരെങ്കിലും പറയുന്നു എന്ന് പറയുന്നത് റോഡ് സൈഡിൽ നിൽക്കുന്ന ആളാണോ, മെക്കാനിക്കൽ പഠിച്ച ആളാണോ? അല്ല, ഈ മെക്കാനിക്കൽ പഠിച്ച കുറെ യൂട്യൂബ് വീഡിയോസ് എല്ലാം നോക്കിയാൽ തന്നെ. അതെ, ഞാൻ ചോദിക്കുന്നത് മെക്കാനിക്കൽ പഠിച്ച ആളെന്ന് പറഞ്ഞാൽ എവിടെ പഠിച്ച ആളാണ്? അയാൾ ഗേറ്റ് എഴുതിയിട്ടുണ്ടോ, അയാൾ ഗേറ്റ് പാസ്സായിട്ടുണ്ടോ, മെറിറ്റോറിയസ് സ്റ്റുഡൻ്റ് ആണോ, എക്സ്ട്രാ കോഴ്സസ് ചെയ്തിട്ടുണ്ടോ? ഈ ആരെങ്കിലും പറയുന്ന കാര്യങ്ങൾ കേൾക്കരുത്. കാരണം എന്ന് വെച്ചാൽ അവരൊന്നും, ഞാൻ PhD ചെയ്ത് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ്, എൻ്റെ മകൻ മെക്കാനിക്കൽ ബിടെക് ആണ്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്ന ആളാണ് ഞാൻ. അപ്പോൾ നാട്ടിൽ കേരളത്തിലുള്ള ഏതെങ്കിലും ഒരാളോട് മെക്കാനിക്കൽ നല്ലതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയും. കാരണം അവൻ ഇതുവരെ മെക്കാനിക്കലിൻ്റെ ടേസ്റ്റ് പോലും മനസ്സിലായിട്ടില്ല അവിടെ പഠിച്ചു കഴിഞ്ഞപ്പോൾ. അത് കഴിഞ്ഞാലുണ്ടാവുന്ന ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട് ലോകത്ത്. എൻ്റെ മകൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് കഴിഞ്ഞത്. ഇപ്പോൾ അമേരിക്കയിൽ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് ആണ് ഗവൺമെൻറ്റിൻ്റെ കൂടെ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പാൻഷൻ അനുസരിച്ചും നമ്മുടെ നോളജ് അനുസരിച്ചും നമ്മൾ എത്രത്തോളം അപ്ഡേറ്റഡ് ആണ്, എന്തൊക്കെയാണ് എക്സ്ട്രാ പഠിക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ പാത്ത് ഉണ്ടാക്കുന്നതെന്നാണ്. അത് മെക്കാനിക്കലിന് മാത്രമല്ല എല്ലാ കോഴ്സിനും സ്കോപ്പ് ഉണ്ട്. ഇപ്പോൾ ഈ സ്കോപ്പ് ഉണ്ടെന്ന് പറയുന്ന കമ്പ്യൂട്ടർ സയൻസിൽ 100 ആൾ പാസ്സായ 2-3 പേർക്കേ ജോലി കിട്ടുള്ളൂ. കോർ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും ഏകദേശം 100 പേര് പാസ്സായ 4 പേർക്കെങ്കിലും കിട്ടും. അപ്പോൾ മെക്കാനിക്കൽ, സിവിൽ അതിനേക്കാളൊക്കെ ഒന്നുമില്ലെങ്കിൽ സ്വന്തം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ് സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, കോർ എഞ്ചിനീയറിംഗ്.
അവർക്ക് കമ്പ്യൂട്ടർ സയൻസിലേക്ക് ജമ്പ് ചെയ്യാനും പറ്റും, സ്വന്തം കോർ എഞ്ചിനീയറിംഗിൽ എന്തെങ്കിലും പ്രൊഫഷണലായിട്ട് തുടങ്ങാനും പറ്റും ഓൺട്രപ്രനേഴ്സിനൊക്കെ. കമ്പ്യൂട്ടർ സയൻസ് ആവുന്ന സമയത്ത് മിക്കവാറും പ്രോജക്റ്റ് പിടിക്കുക എന്നുള്ളത് വലിയൊരു പണിയാണ്. കാരണം സാധാരണ ലോക്കൽ ആൾക്കാർക്ക് ആവശ്യമുള്ളതല്ലല്ലോ പ്രോഗ്രാമിങ്ങും ആപ്പ് ഉണ്ടാക്കലൊന്നും. പക്ഷെ മെക്കാനിക്കലുകാർക്ക് ഒന്നും ഇല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ഒരു 6 മാസത്തെ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ ഹി ക്യാൻ സ്റ്റാർട്ട് ഹിംസെൽഫ്. അപ്പൊ ഈ ആൾക്കാർ പറയുന്നു എന്ന് പറയുന്നത് ഒരു പണിയും ചെയ്യാണ്ട് പഠിക്കാതെ ഒരു താല്പര്യത്തോടു കൂടി അക്കാഡമിക് ഒരു വിവരവും ഇല്ലാത്ത പലരും റോഡ് സൈഡിൽ നിൽക്കുന്ന ഇതുവരെ പാസ്സായിട്ടില്ലാത്ത അങ്ങനെയുള്ളവർ പറയുന്നതല്ല കേൾക്കേണ്ടത്. അത് യൂട്യൂബിലും ഉണ്ടാവും. യൂട്യൂബിൽ ഇത് വെച്ചിട്ട് അവർ പ്രൊഫഷണലി ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. ആരോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്തിട്ട് വെറുതെ ജങ്ക് ഇടുന്ന ആൾക്കാരുണ്ട്. ഈ പറയുന്ന ആൾക്കാരുടെ ബാക്ക്ഗ്രൗണ്ടും അവരുടെ ക്രെഡൻഷ്യലും അതൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മൾ അതിനോട് കമൻറ്റ് ചെയ്യാൻ. അതുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുമ്പോൾ ആരുടെയെങ്കിലും കാര്യങ്ങൾ കേട്ടിട്ടല്ല സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തിട്ട്. അങ്ങനെ ഒരു ഡോക്ടർ TPS ചോദിച്ചിട്ട് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കാമെന്നാവരുത്. ഞാൻ കുറെ കേട്ടിട്ടുണ്ടായിരുന്നു ലൈക്ക് ഇതുപോലെ തന്നെയാണ്. കാരണം എനിക്കിപ്പം ഈ മെക്കാനിക്കൽ അത്ര പഠിച്ച ആരെയും പരിചയമില്ല. സോ ഇങ്ങനെ യൂട്യൂബിൽ നോക്കുമ്പോ അല്ല, യൂട്യൂബിൽ നോക്കുമ്പോൾ യു ജസ്റ്റ് ലുക്ക് അറ്റ് ഡോക്ടർ TPS മെക്കാനിക്കൽ, ഡോക്ടർ TPS CSC, ഡോക്ടർ TPS ഇലക്ട്രോണിക്സ്, എല്ലാത്തിനെ കുറിച്ചും ഓരോ വീഡിയോ എങ്കിലും ഇട്ടിട്ടുണ്ടാവും. ഇപ്പം ഇതും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നേരെ Gmeetലാണെങ്കിൽ ഇയാളുടെ മുഖവും ഇയാളുടെ ഡിസ്കഷൻസും വരും. അതല്ലെങ്കിൽ ഐ കീപ് റെക്കോർഡിങ് മൈസെൽഫ്. കാരണം എന്തെങ്കിലും പുതിയൊരു ഐഡിയ ചോദിക്കുമ്പോൾ അതിനൊരു ഉത്തരം പറയാൻ പറ്റുന്ന ഒരു ഗുണമാണല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാളാണ്. അത് ആർക്കെങ്കിലും ഗുണമുണ്ടോ? അങ്ങനെയാണല്ലോ എന്നെ കോണ്ടാക്ട് ചെയ്ത് ഇപ്പം മോൻ. അതുപോലെ അല്ല, ഈ എല്ലാ കോളേജിലും കേരളത്തിൽ ഇപ്പം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒഴികെ, വലിയ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഒഴികെ എല്ലാ കോളേജിലും ഒരേപോലെ ആയിരിക്കും ഫാക്കൽറ്റിയൊക്കെ. കാരണം അവർ തലേദിവസം പഠിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ബ്ലാ 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 പറഞ്ഞു പോവും, എന്തെങ്കിലുമൊക്കെ പ്രാക്ടിക്കൽ സാധാരണ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ചെയ്യിപ്പിക്കുന്നല്ലാതെ. പക്ഷെ അതേ സമയത്ത് ഇന്ന് അതിന് വലിയ പ്രാധാന്യമില്ല. കാരണം ഇഷ്ടം പോലെ എക്സ്ട്രാ കോഴ്സുകൾ ചെയ്യാൻ പറ്റും. എക്സ്ട്രാ ഓൺലൈൻ കോഴ്സുകൾ ഇഷ്ടം പോലുള്ളൊരു കാലത്താണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അത് ഓൺലൈൻ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് എത്ര ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യാം. അത് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളിൽ ചെയ്യണം. റോഡ് സൈഡിലുള്ള സാധാരണ തോറ്റുപാളീസായിട്ടുള്ളവർ ചെയ്യുന്ന പരിപാടി ആവരുത്. അപ്പോൾ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റീസ് ഇഷ്ടം പോലെ അവരുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്നും കാശ് കൊടുത്ത് ചെയ്യേണ്ട കാര്യമില്ല, ഫ്രീ ആയിട്ട് ചെയ്യാം. അത് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികൾ, അക്രഡിറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ അവരുടെ ക്ലാസ്സുകൾ, അവരുടെ അസൈൻമെന്റ്സ് ഒരാഴ്ചയിൽ ഒരു കോഴ്സ് വീതം ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ബിടെക് തീരുമ്പോഴത്തേക്കും 100-200 കോഴ്സുകൾ ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു ഔട്ട്ലുക്കും അതിൻ്റെ ക്രെഡിറ്റും അതിൻ്റെ ഒരു സ്റ്റാറ്റസും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഇതൊക്കെ എന്തിനു വേണ്ടി എന്നുള്ളതാണ്. ഇപ്പം നാളെ അമേരിക്കയിൽ പോയിട്ടൊരു, അല്ലെങ്കിൽ അത്തരം യൂണിവേഴ്സിറ്റികളിൽ പോയിട്ടൊരു ഏതെങ്കിലും മാസ്റ്റേഴ്സ് ചെയ്യണമെന്നൊക്കെ ഉണ്ടാകുന്ന ഒരാൾക്ക് അത് വലിയ ഗുണമായിട്ട് മാറും. ഇനി അതല്ലാതെ ഇത് കഴിഞ്ഞിട്ട് വല്ല ജോലിയൊക്കെ ആണെങ്കിൽ അത്തരം കോഴ്സുകൾക്കൊന്നും പ്രാധാന്യം ഉണ്ടാവില്ല. പക്ഷെ എന്താണ് ലോകത്തിൽ ഡിമാൻഡിങ് ആയിട്ടുള്ളത്, എന്താണ് ഏറ്റവും പ്രാധാന്യമുള്ള കോഴ്സുകൾ, ഇന്ന് ലോകം എവിടെയാണ് ഇത്തരം കോഴ്സുകൾ ഉപയോഗിക്കുന്നതെന്നൊക്കെ അറിയണമെങ്കിൽ ഈ കോഴ്സുകൾ ഹെൽപ്പ് ചെയ്യും. അത് അങ്ങനെ വേണം പഠിക്കാൻ. അല്ലാതെ ഈ യൂട്യൂബിൽ ഈ സാധാരണ കൊടുക്കുന്ന ഒരാൾ ചിലപ്പോൾ ഇതൊന്നും, എനിക്കിപ്പം 100-200 സ്റ്റുഡൻസ് 100-110 കോഴ്സൊക്കെ ചെയ്തിട്ടുള്ള കുട്ടികളുണ്ട്. അവരിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. അതല്ലാതെ വെറുതെ ഒരു ന്യൂസ് പേപ്പർ കണ്ടിട്ട് അതിനെക്കുറിച്ചൊരു യൂട്യൂബ് ഉണ്ടാക്കുന്ന ആൾക്കാരിൽ ഈ നോളജ് ഉണ്ടായി എന്ന് വരില്ല. അപ്പോൾ വളരെ സെലക്റ്റീവ് ആവണം നമ്മുടെ പഠനവും നമ്മുടെ ടൈം ഇൻവെസ്റ്റ്മെന്റും. അല്ല, ഡിപ്പെൻസ്. അത് ഇപ്പൊ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ചിലപ്പം ഫസ്റ്റ് സെമസ്റ്ററിൽ പിന്നെ
പൈത്തൺ ഒന്നും പഠിപ്പിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അനിമേഷൻ സോഫ്റ്റ്വെയർ പഠിപ്പിക്കുന്നുണ്ടാവില്ല, ഡിസൈനിങ് സോഫ്റ്റ്വെയർ പഠിപ്പിക്കുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് എന്ത് പഠിക്കണോ അതൊക്കെ പഠിക്കാം. റിലേറ്റഡും നിങ്ങളുടെ സെയിം സബ്ജക്റ്റ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതും എക്സ്ട്രാ കോഴ്സ് ചെയ്യാം. അത് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു വാണ്ടഡ്. അതാ ഞാൻ പറഞ്ഞത്, ഫ്രീ ആയിട്ടുള്ള സംഭവം എത്ര വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാം. യു ക്യാൻ ഹാവ് എ ടേസ്റ്റ് ഓഫ് ദ സബ്ജക്ട്. ഇൻട്രസ്റ്റഡ് ആണ് കണ്ടിന്യൂ ചെയ്യാം, അല്ല അതർവൈസ് ത്രോ ഇറ്റ് ഇൻ ദ ഡസ്റ്റ്ബിൻ. ഇഷ്ടംപോലെ കോഴ്സുകൾ ചെയ്യാം. ചിലതൊക്കെ ദേ മേ ചാർജ് യു ഫോർ എ സർട്ടിഫിക്കേഷൻ. മിക്കവാറും ക്ലാസ്സുകൾക്ക് സർട്ടിഫൈ ഒന്നും ചോദിക്കാറില്ല. അത് കഴിഞ്ഞിട്ട് ദേ മേ ചാർജ് യു. അപ്പോൾ ഡിപ്പെൻസ്. അത് നമ്മുടെ താല്പര്യവും നമ്മുടെ ഇൻട്രസ്റ്റും ഒക്കെ അനുസരിച്ചിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അത് ഇപ്പം മോൻ എന്നെ കേൾക്കുന്നുണ്ട്. കുറച്ച് ദിവസം അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മോൻ എന്നെ പഠിപ്പിക്കാൻ തുടങ്ങും. ഇന്നതൊക്കെയാണ് കോഴ്സ് ഞാൻ ചെയ്തത്. അങ്ങനെ പലരും എന്നെ പഠിപ്പിക്കുന്നതാണ് എൻ്റെ ഇൻഫർമേഷൻ. ഇന്ന കോഴ്സൊക്കെ ഞാൻ ചെയ്തു, ഇനി എന്താ ചെയ്യേണ്ടത് അതൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ ഒരു കോഴ്സ് ചെയ്തിട്ട് അതിനകത്തൊരു എൻട്രി ചെയ്ത് ഇന്നതാണ് ഞാൻ പഠിച്ചത്, അല്ലാതെ ഓരോ സംഭവങ്ങളും നമ്മൾ ഗൈഡ് ചെയ്യല്ല വേണ്ടത്. യു ഷുഡ് ഗൈഡ് യുവർ സെൽഫ്. അത് കണ്ടുപിടിക്കുക എന്തൊക്കെ കോഴ്സാണ്, ഏതൊക്കെയാണ്. അതൊന്ന് ഗൂഗിൾ ചെയ്യാനുള്ള പണിയല്ലേ ഉള്ളൂ. ഞാനായാലും ഞാൻ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ച് പറഞ്ഞു തരണം. അതിന് പകരം യു ക്യാൻ ഡു യുവർ സെൽഫ്. അത്ര തന്നെ വ്യത്യാസം. എനിക്കിപ്പോ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ കീം അതുപോലെ തന്നെ ഞാൻ ജിപ്മാറ്റ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ജിപ്മാറ്റും സ്കോർ അത്ര നല്ലതല്ല. സോ കീം, കുസാറ്റ്, കൊമറ്റെ, ദെൻ ഈ 3 എക്സാമിന്റെ പിന്നെ IMU CET, ഈ 4 എക്സാമിന്റെ റിസൾട്ട് വരാനുള്ളത്. അല്ല, ഈ കോമ്പറ്റീറ്റീവിന് കിട്ടിയോ ഇല്ലയോ എന്നുള്ളതൊന്നും വലിയൊരു കാര്യമല്ല. കാരണം IIT പോയോ NIT പോയോ ദാറ്റ് ഡസൻറ്റ് മാറ്റർ. അത് മാറ്റർ ആണ് ആ കമ്പനി നല്ലതാവും. സാധാരണ കോളേജിലാവുമ്പോൾ അത്തരം ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ആയിരിക്കും. ബട്ട് ഈ ലോകത്ത് ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാനും അവരുമായിട്ട് കൂടെ കൂട്ടുകൂടാനും അവരുടെ കൂടെ പ്രോജക്റ്റ് ചെയ്യാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു ലോകത്താണ് ജീവിക്കുന്നത്. അതൊക്കെ എളുപ്പം കണ്ടുപിടിക്കാം. ഇപ്പോൾ കോളേജിൽ ആകെ തപ്പി നോക്കിയാൽ പയ്യന്നൂർ ഭാഗത്തുള്ള സാധാരണ പ്രൈവറ്റ് കോളേജുകൾ തപ്പി നോക്കിയാൽ ഒരു കുട്ടിയെ പോലും ഇൻട്രസ്റ്റ് ഉള്ള ആളെ കണ്ടുവന്ന് വരില്ല. ഞാനൊക്കെ ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിക്ക് ജോബ് ഓഫർ ചെയ്ത സമയത്ത് അവൻ വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റുന്ന ജോലിയാണെങ്കിൽ ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞ ആളാണ്. അതുപോലെ ഡിഫൻസിലേക്ക് ഒരു ട്രെയിനിങ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാം ഇട്ട സമയത്ത് കൂത്താട്ടുകുളത്ത് ആണ്, അവിടെ ആ ഭാഗത്തുണ്ടെങ്കിൽ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞത്, എന്നാൽ ആർമിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് കൂത്താട്ടുകുളത്ത് തുടങ്ങുമ്പോൾ നീ ചേർന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അവിടുന്ന് കണ്ണൂരേക്ക് വരാൻ എറണാകുളത്ത് കണ്ണൂർ വരെ യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരാൾ എങ്ങനെയാണ് ആർമിയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുക? അപ്പോൾ കുറച്ച് മനക്കെടാൻ തയ്യാറാവണം. ഇപ്പോൾ ഹൈദരാബാദിലൊക്കെ ആണെങ്കിൽ കുട്ടികളൊന്നും ക്ലാസ്സൊന്നും അറ്റൻഡ് ചെയ്യാറില്ല. അറ്റൻഡൻസ് ഒക്കെ വെറുതെ കൊടുക്കും. അവർ ദേ കീപ് പ്രിപ്പയറിംഗ് ദംസെൽസ് ഫോർ എ കോമ്പറ്റീറ്റീവ് എക്സാം. ഗേറ്റ്, അതിന്റെ പ്രിപ്പറേഷൻ ആദ്യത്തെ 1ാം ദിവസം മുതൽ തുടങ്ങും. IELTS, CAT, GRE, GMAT എന്തൊക്കെ എഴുതാൻ പറ്റുമോ അതൊക്കെ എഴുതും. ആ സിവിൽ സർവീസിന്റെ ട്രെയിനിങ് തുടങ്ങും, IESന്റെ തുടങ്ങും, ലാംഗ്വേജ് സ്കില്ല് തുടങ്ങും, IELTS പാസ്സാവും. അങ്ങനെ കുറേ കോമ്പറ്റീറ്റീവ് എക്സാംസ് ആണ് അവരുടെയൊക്കെ ജീവിതം. പക്ഷെ ആ ഒരു തുറയല്ല, ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ല പിന്നെ കേരളത്തിലുള്ളത് നന്നായിട്ട് എനിക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതല്ലെങ്കിൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും സെയിം ആണ്. ഇറ്റ് ഡസൻറ്റ് മേക്ക് മച്ച് ഓഫ് ഡിഫറൻസ്. അല്ല, കാശുണ്ടെങ്കിൽ ചെയ്യാം. കാരണം അണ്ടർ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഒന്നും ഫെലോഷിപ്പ് കിട്ടില്ല. അപ്പോൾ അതൊക്കെ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. ഇല്ല, സാധാരണ അണ്ടർ ഗ്രാജുവേറ്റ്സിനും പോസ്റ്റ് ഗ്രാജുവേറ്റ്സിനും ഒന്നും കൊടുക്കില്ല. ജർമ്മനിയിൽ മാത്രം ചിലപ്പോൾ ഫ്രീ ആയിരിക്കും, ചിലതൊക്കെ ഡിപ്പെൻഡ്സ് ഓൺ വേർ യു ആർ ജോയിനിങ്. എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും ആവണമെന്നില്ല, ചില ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ. എബ്രോഡ് ഡോക്ടർ TPS നടിച്ച ഇഷ്ടം പോലെ കാണാം. ഇറ്റ്സ് ആർ ഓൾ ഓൾറെഡി ഡിസ്കസ്ഡ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോ കണ്ടുവോ, അതിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. അതുകൊണ്ടാണ്. അത് എല്ലാ തരത്തിലെ കുറിച്ചും അതിൻ്റെ ഹയർ സ്റ്റഡീസും എബ്രോഡ് എങ്ങനെ പോകണം, എന്തൊക്കെ പഠിച്ചാൽ എങ്ങനെയൊക്കെ പോവാം, എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത്, ഓരോ പ്ലേലിസ്റ്റുകൾ നോക്കിയാൽ യു വിൽ സി ലോട്ട് ഓഫ് ഐറ്റംസ് ദർ. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ എനിക്കിപ്പോ LPU എന്ന് പറഞ്ഞ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയില് കമ്പയർ ടു അതർ യൂണിവേഴ്സിറ്റി ഭയങ്കര ചീപ്പായിട്ടുള്ള സ്കോളർഷിപ്സ് അവര് വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ട് ഓക്കെ അവര് തരുന്നതൊക്കെ ഉണ്ട്. ബട്ട് എത്രത്തോളം അത് അവിടെ ചേരാൻ പറ്റും, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയെ വിശ്വസിക്കാൻ പറ്റുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ട് ഉണ്ട്. എവിടെ ചേരാൻ? LPU. ഏതാണ് LPU? ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി പഞ്ചാബ്. അതൊക്കെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളാണ്.
അതെ. അതിന് വലിയൊരു ക്രെഡിറ്റ് ഒന്നും എനിക്ക് അവിടെയുള്ള എൻ്റെ കുറേ കുട്ടികളുണ്ട് അവിടെ. കാരണം എന്ന് വെച്ചാൽ നോർത്ത് ഈസ്റ്റിലൊന്നും അങ്ങനെ എഞ്ചിനീയറിംഗ് കോളേജൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് പാസ്സായവർ LPUവിൽ പോയിട്ടുള്ളവരുണ്ട്. അവരെന്നെ അവിടുത്തെ ക്ലാസ്സിന് വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഡിസ്കഷൻസ് ഉണ്ടാവാറുണ്ട്. MBAക്ക് ദുബായിൽ നിന്നുള്ളവർ LPUവിൽ പോകാറുണ്ട്. കാരണം അവർ മാർക്കറ്റ് ചെയ്യും നന്നായിട്ട്. അതങ്ങനെ ഒരു ഗ്രേറ്റ് അക്കാഡമിക് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്നൊന്നും ചോദിച്ചാൽ എനിക്ക് അതിനെ പറ്റി വലിയ അഭിപ്രായമൊന്നുമില്ല. അതിപ്പോൾ ഏതായാലും കേരളത്തിന് പുറത്തിപ്പം ഇഷ്ടംപോലെ മാർക്കറ്റ് ചെയ്യുന്ന കുറേ യൂണിവേഴ്സിറ്റികളുണ്ട്. അതിപ്പം കേരളത്തിലാകുമ്പോൾ തന്നെ ഫാക്കൽറ്റീസ് ഒക്കെ ഏകദേശം ലെവല് സെയിം ആണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് വെൻ കമ്പയർഡ് ടു ഇതുപോലെ LPU അല്ല, അതിലും വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജിൽ ഉണ്ടായിരുന്നു കുറച്ചു കാലം. ഞാൻ കഴിഞ്ഞ കോവിഡ് കാലത്തും KL യൂണിവേഴ്സിറ്റിയുടെ ഫാക്കൽറ്റി ആയിരുന്നു. അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ഫാക്കൽറ്റി ആയിരുന്നു. അവിടുത്തെ MBAക്കും BTechനും MTechനും BBAക്കും ഒക്കെ ക്ലാസ് എടുത്തിട്ടുണ്ട്. നമ്മൾ വലിയ സ്റ്റാൻഡേർഡ് ഡിഫറൻസ് ഒന്നും കാണില്ല. അത് വേണ്ടത് അതാ ഞാൻ പറഞ്ഞത്, ഇന്നത്തെ ലോകത്ത് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള എക്സ്പോഷർ വളരെ എളുപ്പമാണ് കുട്ടികൾക്ക് കിട്ടാൻ. ആ ഒരു ഗ്രൂവിൽ പെട്ടാൽ, ആ ഒരു റെയിലിൽ കയറിയാൽ യു ക്യാൻ ക്രിയേറ്റ് യുവർ ഓൺ വേൾഡ്. അതല്ലാത്ത സമയത്താണ് നമ്മൾ അങ്ങനെ ഒരു സ്പെഷ്യലൈസേഷൻ LPUവിൽ ഏത് കോഴ്സാണ് ഏറ്റവും ഗ്രേറ്റ് എന്ന് ചോദിച്ചാൽ ഒരു സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കോഴ്സൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ BBA ഉണ്ട്, MBA ഉണ്ട്, BCom ഉണ്ട്, അതിൻ്റെ കൂടെ എഞ്ചിനീയറിംഗും ഉണ്ട്, എല്ലാം ഉണ്ട്. അവർ അഡ്വർടൈസ് ചെയ്യുന്നതുകൊണ്ട് കേരളത്തിൽ അറിയപ്പെടുന്നു, അത്രയല്ലേ ഉള്ളൂ. എല്ലാ ഈ AICTE അപ്രൂവലും പിന്നെ എല്ലാ സംഭവങ്ങളും മിക്കവാറും യൂണിവേഴ്സിറ്റികളിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് പ്രൈവറ്റിൽ ആർക്ക് ഏത് സ്റ്റേറ്റിലും ചേരാൻ പറ്റും. AICTE ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അക്കാഡമിക് ആയിട്ട് നിങ്ങൾ MTechന് പോകുമ്പോഴും അവിടെ ഫാക്കൽറ്റി MTech ആയിട്ട് എടുക്കുന്ന സമയത്തൊക്കെ മാത്രമേ ബാധകമുള്ളൂ. പ്രൈവറ്റ് കമ്പനികളിലെ ജോലികളിൽ നിങ്ങൾക്ക് അവർ നടത്തുന്ന ടെസ്റ്റും അവർ പിന്നെയും നടത്തുമല്ലോ. ഇപ്പോൾ ഇൻഫോസിസിൽ again you will get a mathematical ability, English comprehension, logical reasoning, analytical skill, data analysis. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റിൽ കുറച്ച് നോളജ്, പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻസ്, ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുക, ഡൈനാമിക്സ് എന്നാണോ, ഇതൊക്കെ നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇസ്രോയിലാണെങ്കിൽ AICTE ഉണ്ടോ അല്ല നോക്കുക, നിങ്ങൾ ഗേറ്റ് പാസ്സായോ നോക്കും. ഗേറ്റിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് AICTEക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എവിടെയും നിയമമില്ല. സോ വൺസ് യു പാസ് ഗേറ്റ് ഇറ്റ് ഈസ് മച്ച് മോർ ബിഗർ ദാൻ AICTE. NBA അക്രഡിറ്റേഷൻ, AICTE ഇതൊക്കെ കോളേജുകളുടെ ഒരു സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമാണ്. അത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ, ഇപ്പം ചില സ്ഥലത്തൊക്കെ ചില യൂണിവേഴ്സിറ്റികൾ AICTE ഗേറ്റ് പാസ്സായിട്ടുള്ളവരുടെ AICTE അപ്രൂവലോടുകൂടി ഫെലോഷിപ്പോടുകൂടി MTechൽ 10 പേരുണ്ടാവും. ബാക്കി 10 പേര് ഇതൊന്നും ഇല്ലാത്തവരെ അവരെടുക്കും. കാരണം യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് അവർക്ക് കൊടുക്കാം. അപ്പം അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല ഇതൊന്നും. AICTE ഒക്കെ വന്നത് നല്ലതാണ്, മോശമല്ല എന്ന് ഞാൻ പറയാം. പക്ഷെ നിങ്ങൾ എന്ത് ജോലിക്ക് പോകുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ്. ഇപ്പം നിങ്ങൾ IASന് പോവാണ്, IESന് പോവാണ്, AICTE അപ്രൂവൽ ഉണ്ടോയെന്ന് അപ്രൂവ്ഡ് ഗ്രാജുവേഷൻ ആണെന്ന് നോക്കുള്ളൂ. അത് യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ് ആയാലും ഗ്രാജുവേറ്റ് ആണ്. അല്ല, ഞാൻ ഈ മറൈൻ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷനെ കുറിച്ച് നോക്കുമ്പോൾ DV ഷിപ്പിംഗിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അല്ല, ഈ മറൈൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ പിന്നെ എവിടെയാ പോവാൻ പ്ലാൻ? ഈ മെക്കിന് ശേഷം IMIയിലോ അല്ല, മെക്കിന് ശേഷം എന്നാണ് ഗ്രാജുവേഷന് പോവാലോ. ഇപ്പൊ ഇതിനേക്കാളും ചീപ്പായിട്ട് കേരളത്തിൽ ഒരു ഗ്രാജുവേഷൻ ചെയ്യുന്നത് പോലെ ശ്രീലങ്കയിൽ പോയിട്ട് യു ക്യാൻ ഡു ഇറ്റ്. മറൈൻ എഞ്ചിനീയറിംഗ് അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം വെസ്റ്റിൽ പോകുമ്പോഴല്ലേ വലിയ കോസ്റ്റ് ആയിട്ട് വരുള്ളൂ. അതുകൊണ്ടല്ലേ പിള്ളേർ ചൈനയിലൊക്കെ പോയിട്ട് MBBS ചെയ്യുന്നത്. കാരണം MBBS ചൈനയിൽ ഇന്ത്യയിലെ കേരളത്തിലെ MBBSനേക്കാളും ചീപ്പറാണ്. That depends whether you have qualified here on an entrance exam and you wanted to come back and join here for a higher program or practice here. അങ്ങനെയാണെങ്കിൽ you will have to write a qualifying exam. അത്രേ ഉള്ളൂ. ആരാണ് ഇന്ത്യയിൽ മറൈൻ എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് ജോലി തരുക? ഇന്ത്യയിൽ എത്ര ഷിപ്പ് രജിസ്റ്റേർഡ് ആണ്? ഇന്ത്യൻ റൂൾ പ്രകാരം ഷിപ്പുകൾ രജിസ്ട്രേഷൻ ഇല്ലാത്തതുകൊണ്ട് ഇന്ത്യക്കാർ തന്നെ പുറത്തെ രാജ്യത്ത് പോയിട്ടാണ് ഷിപ്പ് രജിസ്റ്റർ ചെയ്യുന്നത്. സിംഗപ്പൂരും ശ്രീലങ്കയിലും ഒക്കെ രജിസ്റ്റർ ചെയ്യാം. ജോലി കിട്ടുന്നതൊക്കെ അവിടെ ഉള്ളവർക്കല്ലേ. അല്ല, ഈ നോട്ടിക്കൽ, എയറോനോട്ടിക്കൽ, അതേപോലെ തന്നെ
നോട്ടിക്കലായിട്ടുള്ള പഠിക്കുന്ന സമയത്ത് ഇന്ത്യയെക്കാളും കുറച്ചും കൂടി അത് മറൈൻ നോട്ടിക്കലായാലും എയറോനോട്ടിക്കലായാലും കുറച്ചും കൂടി എക്സ്പോഷർ കിട്ടുന്നതും പ്രാക്ടിക്കൽ കിട്ടുന്നതും അങ്ങനെ അവർക്ക് ഷിപ്പുള്ള സ്ഥലത്താണ്. ഇപ്പോൾ കൊച്ചിയിൽ ഷിപ്പ് യാർഡൊന്നും ആക്സസ് കിട്ടുമെന്ന് തന്നെ ഇല്ല ചിലപ്പോൾ മറൈൻ പഠിക്കുന്ന കുട്ടികൾക്ക്. അപ്പം ഇന്ത്യയിൽ ഇപ്പൊ ഞാൻ മറൈൻ എഞ്ചിനീയറിംഗ് പഠിച്ച ഇപ്പോ വേറെ ഡിപ്പെൻസ് ഓൺ നിങ്ങളുടെ ഇപ്പം സ്പേസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു പ്രോജക്റ്റ് കൊടുക്കണമെങ്കിൽ എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ അറിയുന്ന ആരെങ്കിലും കിട്ടിയാലേ നമ്മൾ പ്രോജക്റ്റ് കൊടുക്കുള്ളൂ. സാധാരണ ആരെങ്കിലും കയറി വന്ന് അപ്ലൈ ചെയ്താൽ വി റിജക്റ്റ് ദം, സ്ട്രേറ്റ് അവേ റിജക്റ്റ് ദം. ഇതെല്ലാം ഇന്റേൺഷിപ്പും പ്രോജക്റ്റുകളും എക്സ്പീരിയൻസും പ്രൊഫഷണലിസും ഒക്കെ കോൺടാക്റ്റും കണക്ഷൻസും വെച്ചിട്ടാണ്. അത് ബിൽഡ് ചെയ്യാൻ നല്ല സ്റ്റുഡൻ്റ് ആവണം. അക്കാഡമിക്കലി പോകണം, ഇന്റേൺഷിപ്പിന് പോകണം, അതിന് കണ്ടിന്യൂസ് ആയിട്ട് പലരെയും കോൺടാക്ട് ചെയ്യണം, കോൺഫറൻസുകൾ അറ്റൻഡ് ചെയ്യണം, പേപ്പർ പ്രസൻറ്റ് ചെയ്യണം, അങ്ങനെയുള്ളവരുമായിട്ട് കോൺടാക്ട് ഉണ്ടാവണം. ഇപ്പോൾ പലരും എന്നോട് ഏതെങ്കിലും ഇന്റേൺഷിപ്പ് ഞാൻ ചോദിച്ചു നിങ്ങൾ എപ്പോഴാണ്, ഞാൻ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ നിങ്ങളെ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അതുകൊണ്ട് കാര്യമില്ല, ഹൗ ഡു ഐ നോ യു? അണ്ടർസ്റ്റുഡ്? അത് ഡിപ്പെൻസ്. സി, നിങ്ങളുടെ ക്വാളിഫിക്കേഷനും നിങ്ങളുടെ ഇൻട്രസ്റ്റും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനും നിങ്ങളുടെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പും നിങ്ങളുടെ ഇൻട്രസ്റ്റും എത്ര എക്സ്ട്രാ കോഴ്സ് ചെയ്തിട്ടുണ്ട്, ആ കോഴ്സുകൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു അത് പ്രൂവ് ചെയ്യണ്ടേ, ബിൽഡപ്പ് ചെയ്യണ്ടേ. അതിന് ഇന്റേൺഷിപ്പ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പം എൻ്റെ മകനൊക്കെ മെക്കാനിക്കൽ പഠിക്കുമ്പോൾ ഇരിങ്ങാലക്കൂടെ പോയാൽ കാലിത്തീറ്റ കമ്പനിയിലടക്കം ഞാൻ പറഞ്ഞേക്കും. എന്നിട്ട് അവിടെ പോയിട്ട് അവിടെ എന്താ മെക്കാനിക്കൽ എന്തൊക്കെയാണ് ഉള്ളത്, ഹൗ ഡു ദേ ഇംപ്രൂവ് ദർ സിസ്റ്റം, മേക്ക് എ നോട്ട് ആൻഡ് ദെൻ സബ്മിറ്റ് ആസ് എ പ്രോജക്ട് റിപ്പോർട്ട്. അത് അക്കാഡമിക്കലി ക്രെഡിറ്റ് ചെയ്യോ എനിക്കതിന് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നല്ല, ഇറ്റ്സ് എ ഇൻട്രസ്റ്റ് ഫോർ ലേണിംഗ്. നമുക്ക് പ്രാക്ടിക്കലായിട്ട് പഠിക്കാൻ പറ്റുന്ന എന്ത് മിഷൻ കണ്ടാലും സാധാരണ ഫ്ലവർ മില്ലിൽ പോയിട്ട് ആ ഫ്ലോർ മില്ല് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ള മെക്കാനിക്കൽ പഠിച്ചിട്ട് ഹൗ ഡു വി ഇംപ്രൂവ് ദിസ്, അതിൻ്റെ സംഭവങ്ങൾ എങ്ങനെയാണ്, അത് സ്വന്തം തോന്നേണ്ട ഒരു കാര്യമല്ലേ. ഇപ്പം ഞാൻ MBA ഒക്കെ പ്രൊഫസറാകുന്ന സമയത്ത് ഒറ്റ കമ്പനികളിൽ ഒരു കുട്ടികളും പോരുത്. എൻ്റെ 90 കുട്ടികളെയും ഞാൻ ലോക്കൽ, നിങ്ങളുടെ വില്ലേജിൽ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് എന്തൊക്കെ പ്രോബ്ലംസ് കണ്ടുപിടിക്കാം, അതിനെന്തൊക്കെ സൊല്യൂഷൻസ് ആസ് എ മാനേജർ, ഹൗ ആർ യു ഗോയിങ് ടു സോൾവ് ദർ ലോക്കൽ പ്രോബ്ലംസ്. അതിൽ 40 കുട്ടികളിലും 23 കുട്ടികൾക്കും ഇന്റേൺഷിപ്പ് അടക്കം ജോബ് അടക്കം കിട്ടി ആ സമയത്ത് തന്നെ. അതാണ് പ്രാക്ടിക്കലായിട്ട് ചെയ്യണം. സോൾവ് ചെയ്തോളൂ എന്നുള്ളതല്ല, ദാറ്റ്സ് എ ഇന്റൻഷൻ വാട്ട് യു ഹാവ് ആൻഡ് യു ആർ ഷോയിങ്. നമുക്ക് എല്ലാ പ്രോബ്ലംസും ഇപ്പം ഇന്ത്യയിലാകെ 3 ലക്ഷം ബിടെക്കുകാരുണ്ട്. അവരൊക്കെ ചെയ്യുന്ന പ്രോജക്റ്റുകൾ അവസാനം ഫാക്കൽറ്റി പിന്നെ സൈൻ ചെയ്യുന്നത് ഇതൊക്കെ ജെന്യൂൻ ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളാണോ? അങ്ങനെയാണെങ്കിൽ ഇന്ത്യ എപ്പോഴേ നന്നായിട്ടുണ്ടാവും. അപ്പം അക്കാഡമിക്കലി ചെയ്യുന്നതൊക്കെ മിക്കവാറും ഫേക്കാണ്. പക്ഷെ ഇങ്ങനെ ജെന്യൂൻ ആയിട്ട് ചെയ്യുന്ന 100 1 2 നന്നായാലും യുവർ ഇൻറ്റൻഷൻ മാറ്റേഴ്സ്. ഇപ്പോൾ പ്രാക്ടിക്കലി നമ്മൾ മാർക്കറ്റിങ്ങിന് കുറച്ച് കുട്ടികൾക്ക് ഇഷ്ടമാണ്, നമ്മൾ മാർക്കറ്റിങ്ങിന് പറഞ്ഞേക്കുമ്പോൾ അന്ന് മുത്തൂറ്റ് ബ്രാഞ്ച് തുടങ്ങുന്ന സമയമാണ്, അവർക്കും ആൾക്കാരെ വേണം. ദ വേ യു പ്രസന്റ്, വേ യു ടോക്ക്, യു ആർ ഓൾറെഡി ഗോയിങ് ത്രൂ എൻ ഇന്റർവ്യൂ. അവർ പിന്നെ എന്തിനാ ഇന്റർവ്യൂവിന് അഡ്വർടൈസ് ചെയ്ത് ആളെ വിളിച്ച് പിടിക്കുന്നത്? എൻ്റെ മുമ്പിൽ വന്നിരിക്കല്ലേ നല്ല പയ്യൻ, ഉടനെ റിക്രൂട്ട് ചെയ്തു. അത് ഇപ്പൊ കേരളത്തിൽ അങ്ങനെ നടക്കില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ ക്ലാസ്സിൽ വരണ്ട, പോയിക്കോളൂ, യു ക്യാൻ വർക്ക്. കേരളത്തിൽ ഒരാളും അങ്ങനെയല്ല, 10 മണി മുതൽ 4 മണി വരെ ക്ലാസ്സിലിരിക്കണം, എന്ത് മണ്ടത്തരം പഠിപ്പിച്ചാലും കുഴപ്പമില്ല. അപ്പൊ ആ ഒരു സെൻസ് ഉണ്ടാവുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ അതാണ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഗുണം. അത് മിക്കവാറും വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊന്നും നടക്കില്ല, ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഈസി ആയിട്ട് നടക്കും. അത് പിന്നെ മിക്കവാറും ഇപ്പം എബ്രോഡിലൊക്കെ എന്താ കാര്യം, 3 കൊല്ലത്തെ കോഴ്സാണ്. 1.5 കൊല്ലം കഴിയുമ്പം എല്ലാ കോഴ്സും ഞാൻ പെട്ടെന്ന് തീർത്തിട്ട് എനിക്ക് ഇന്റേൺഷിപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ 1.5 കൊല്ലം വേറെ എവിടെയെങ്കിലും കമ്പനി പോയി ജോലി ചെയ്താലും അവർ അറ്റൻഡൻസും കൊടുക്കും, ക്രെഡിറ്റും കൊടുക്കും. ദേ വിൽ ആക്സെപ്റ്റ് ഇറ്റ്. ഫ്ലെക്സിബിൾ സിസ്റ്റമാണ്. ആ ഒരു സിസ്റ്റം ഇന്ത്യയിൽ വന്നിട്ടില്ല. ഇപ്പോൾ പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ അത് റൂളായിട്ട് വന്നിട്ടും കാര്യമൊന്നുമില്ല. ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആവണ്ടേ. ഞാൻ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെർച്ച് ചെയ്യുമ്പോൾ ഒരു ഫ്ലക്ഷ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് കണ്ടു, പഞ്ചാബിൽ തന്നെയുള്ള. അല്ല, അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നതല്ല ഈ പഞ്ചാബും ഹരിയാനയും ഗുജറാത്തും എന്നൊക്കെ പറയുന്നത്. ഈ നോർത്ത് ഇന്ത്യയിൽ അവിടെ എത്തുമ്പോഴേ ചിലപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ അറിയുള്ളൂ. അത് തമിഴ്നാട്ടിലടക്കം, തമിഴ്നാട്ടിൽ വലിയ യൂണിവേഴ്സിറ്റികളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ധാരണ യൂണിവേഴ്സിറ്റിയുടെ ചുറ്റും കുറേ ഷോപ്പുകളും
ജംഗ്ഷൻ്റെ മുമ്പിലും ഒക്കെ ആയിരിക്കുന്നതായിരിക്കും. ഇത് ആരുമില്ലാത്തൊരു സ്ഥലം, അവിടെ പെട്ടുപോയാൽ പെട്ടുപോയി. പിന്നെ അവർ തരുന്ന സാമ്പാർ ശാദം കഴിക്കൽ മാത്രമേ രക്ഷയുണ്ടാവുള്ളൂ. എന്റെ അതൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ലൈക്ക് ഞാൻ കുറെ ഇതിനെ കുറിച്ച് നോക്കിയപ്പോ ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ അധികം പഴയ യൂണിവേഴ്സിറ്റി കുറച്ച് പുതിയതാണ്. അവരുടെ കരിക്കുലും അല്ല, ഞാൻ മോശമാണെന്നൊന്നും പറയുന്നില്ല. ഞാൻ പറയുന്ന വെച്ചാൽ നമ്മൾ അറിയേണ്ടത് ഇപ്പം ഒരു നല്ലൊരു ഒരു ബെസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കേണ്ടത് അവരിൽ എത്ര ഫാക്കൽറ്റികൾ, എത്ര ടീച്ചേഴ്സ് പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അവർ ഇന്റർനാഷണലി എവിടെയെങ്കിലുമൊക്കെ കോൺഫറൻസിന് പോയിട്ടും പ്രസന്റ് ചെയ്തതൊക്കെ ന്യൂസുകളുണ്ടോ? വെബ്സൈറ്റിലാവുന്നല്ലോ കാണും. വെബ്സൈറ്റിൽ കാണുക 2 പിള്ളേർ കൈപിടിച്ച് നടക്കുന്നുണ്ടാവും, അവർ പിന്നെ കളിക്കുന്നുണ്ടാവും, അതൊക്കെയല്ലേ കാണുള്ളൂ. ഫാക്കൽറ്റിയുടെ ക്രെഡിറ്റ് അടക്കം കാണില്ലല്ലോ പറയുന്നത്. ഇപ്പം ഞാനൊക്കെ യൂണിവേഴ്സിറ്റി വിട്ട് കഴിഞ്ഞിട്ടും എൻ്റെ പേര് അതിനകത്ത് നിന്ന് മാറ്റിയിട്ടില്ല. എന്നിട്ട് ഞാൻ അവരോട് നിർബന്ധിച്ച് പറയത് റിമൂവ് മൈ നെയിം, ഡോണ്ട് നോ. ചിലപ്പം യൂണിവേഴ്സിറ്റികൾ അഡ്വർടൈസ് ചെയ്യുന്ന അവിടെ ഇല്ലാത്ത ഫാക്കൽറ്റിയുടെ പേരായിരിക്കും ചിലപ്പം. നല്ല അല്ല, അത് നമ്മുടെ താല്പര്യം അക്കാഡമിക് ആണോ പ്രാക്ടിക്കൽ ആണോ, കുറേ ദൂരെ പോകുമ്പോഴാണ് പറയുന്നത്. വീട്ടിനടുത്തുണ്ടാവുന്ന സമയത്ത് യു ഗെറ്റ് യുവർ ടൈം, യു ഗെറ്റ് എൻ ഇൻ്റർനെറ്റ്, യു ഗെറ്റ് അറ്റ് ഹോം, യു ആർ ഗെറ്റിംഗ് യുവർ ടൈം. അത് കഴിഞ്ഞിട്ട് യു ക്യാൻ ഡു എക്സ്ട്രാ ജോബ്, എക്സ്ട്രാ പ്രോജക്റ്റുകൾ, അതിനൊക്കെ സ്വന്തം മെനക്കെടാൻ പറ്റും, നല്ല കമ്പനി ഉണ്ടാക്കാൻ പറ്റും. ചിലപ്പം അവിടെ പോകുന്ന സമയത്ത് ചിലപ്പം എത്തിപ്പെട്ടിട്ടുള്ള ഗ്രൂപ്പ്, ദ കമ്പനി ഈസ് നോട്ട് ഇൻ യുവർ കൺട്രോൾ. നിങ്ങൾ ഹോസ്റ്റലിലായിരിക്കും, ചിലപ്പോൾ ഇൻ്റർനെറ്റ് ഉണ്ടാവില്ല. ഈ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് യു കനോട്ട് ഡു സംതിങ് എക്സ്ട്രാ. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ എക്സ്ട്രാ കോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞത് വീട്ടിലിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റും. കാരണം യു ഹാവ് എ ടൈം, സാറ്റർഡേ സൺഡേ ഉണ്ട്. അവിടെ ബാക്കിയുള്ള പിള്ളേരൊക്കെ ഉഴപ്പി നടക്കുന്ന പിള്ളേരാണെങ്കിൽ ഇപ്പം കേരളത്തിൽ ഇപ്പോൾ ഉള്ളൊരു കുട്ടി മിക്കവാറും ഹോസ്റ്റലുകളിലുള്ള കുട്ടിയാന്ന് വിചാരിക്കുക. ഇന്നും നാളെയൊക്കെ പിന്നെ മഴയായതുകൊണ്ട് ഒരു പണിയും നടക്കണില്ല. അവരെന്താ ചെയ്യുന്നുണ്ടാവുക? ഡു യു തിങ്ക് ദേ ആർ അക്കാഡമിക്കലി റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് പ്രോജക്റ്റ് കണ്ടുപിടിച്ച് എക്സ്ട്രാ കോഴ്സ് ചെയ്യുന്നുണ്ടാവുമോ ഹോസ്റ്റലിൽ? അതുകൊണ്ട് യു ആർ വേസ്റ്റിംഗ് ടൈം. അതൊരു ദിവസമല്ലല്ലോ, 4 കൊല്ലല്ലേ മെനക്കെടുന്നത്. അതുകൊണ്ട് ഹോസ്റ്റലിലൊക്കെ ഉള്ള കുട്ടികളെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. 10-20 സബ്ജക്റ്റിന് തോറ്റാൽ എല്ലാവരും തോക്കും. ഇപ്പം ഏതെങ്കിലും ഒരു കുട്ടി വന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യം ചോദിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നാണ്. ആ ഫ്രണ്ട്സ് എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ ഉറപ്പാണ് ഈ കുട്ടി ആ ഗ്രൂപ്പിലാണ് പെട്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ പിന്നെ റീഅപ്പിയർ ചെയ്തു, രണ്ടാമതും റിപ്പീറ്റ് ചെയ്തു. റിപ്പീറ്റ് ചെയ്തതിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരായിരുന്നു ചോദിച്ചാൽ 10 പേരുടെ പേര് പറഞ്ഞാൽ അതിൽ 8 പേരും നിങ്ങളുടെ അതേ സ്വഭാവത്തിലുള്ളവരായിരിക്കും. ഇപ്പോൾ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ ആ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിന്ന് വരില്ല. പക്ഷെ സെൻറ്ററുകളിൽ പോയിട്ട് ചേർന്നിട്ട് പഠിക്കുമ്പോൾ എളുപ്പം അവർ ആ ഗ്രൂപ്പിൽ പെട്ടിട്ടുണ്ടാവുക. അതാണ് അവരുടെ ഒരു സ്റ്റൈൽ. അതുകൊണ്ട് ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. മെസ്സേജ് അയക്കുക, വാട്സപ്പ് അയക്കുക. പക്ഷെ എനിക്ക് ഈ മറ്റന്നാൾ നാളെ പറ്റുന്ന അത്തരം സംഭവങ്ങളൊക്കെ വെയ്ഗ് ആവുന്ന സമയത്ത് ഐ നോ ദാറ്റ് യു ആർ നോട്ട് വെരി സീരിയസ്. നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് ടൈമും ഒക്കെ വെച്ച് വർക്ക് ചെയ്യുന്ന ആളാണ്. യു ഹാവ് ടു ബി സ്പെസിഫിക്. കാരണം വെച്ചാൽ അതാണ് പ്രൊഫഷണലിസം. ഓക്കെ, റൈറ്റ്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.